മതപരിവർത്തനം ആരോപിച്ച് മധ്യപ്രദേശിൽ അറസ്റ്റായ മലയാളി വൈദികന് ഇന്നും ജാമ്യം ലഭിച്ചില്ല. പോലീസ് കേസ് ഡയറി ഹാജരാക്കാത്തതിനാലാണ് ജാമ്യം നിഷേധിച്ചത്. അതേസമയം സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടലിന്റെ നേതൃത്വത്തിലുള്ള സംഘം പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ക്രിസ്ത്യൻ മിഷണറിമാർക്കും വൈദികർക്കുമെതിരായ അതിക്രമങ്ങൾ രാജ്യത്ത് തുടർക്കഥയാവുകയാണ്. മതപരിവർത്തനം ആരോപിച്ച് കഴിഞ്ഞ മാസം 25-നാണ് ഫാദർ ഗോഡ്സിനെ അറസ്റ്റ് ചെയ്തത്. രത്ലം ജയിലിൽ കഴിയുന്ന വൈദികന്റെ ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിച്ചില്ല. പോലീസ് കേസ് ഡയറി ഹാജരാക്കാത്തതിനാലാണ് കേസ് മാറ്റിയത്. ഉത്തരേന്ത്യയിൽ BJP സർക്കാരിന്റെ മൗനാനുവാദത്തോടെയാണ് ക്രൈസ്തവർക്കെതിരെ അക്രമങ്ങളുണ്ടാകുന്നതെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP പ്രതികരിച്ചു. കേന്ദ്ര സർക്കാർ കണ്ടില്ലെന്നടിക്കുകയാണ്. സംസ്ഥാന സർക്കാർ ഇതിനു വേണ്ട എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കുന്നു. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് പോലും നീതി ലഭിക്കാത്ത സാഹചര്യമാണ് ഇന്ന് ഛത്തീസ്ഗഡിൽ ഉള്ളത് എന്നത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ്. ഇത് നമ്മുടെ ഭരണഘടനയോടുള്ള വെല്ലുവിളിയാണ്. അതേസമയം BJP ഭരണത്തിലുള്ള സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണത്തിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ മറുപടി ഇങ്ങനെ: അങ്ങനെ ജനറലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. നിയമങ്ങൾ ഉള്ള സ്ഥലത്ത് നിയമം വഴി അതിനെ പരിഹരിക്കാൻ ആൾക്കാരുണ്ട്, നിയമങ്ങളുണ്ട്, കോർട്ട് സിസ്റ്റമുണ്ട്. സിറോ മലബാർ സഭ ബിഷപ്പുമാർ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. രാജ്യത്തുടനീളം ന്യൂനപക്ഷ വിഭാഗങ്ങൾ നേരിടുന്ന അക്രമങ്ങൾ യോഗത്തിൽ ചർച്ചയായെന്നാണ് വിവരം. കൈരളി ന്യൂസ്, ദില്ലി.